ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ പറഞ്ഞേ. അതല്ലേ പറഞ്ഞ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം പോകുന്നത് ലണ്ടൻ അല്ലേ, ടവർ ബ്രിഡ്ജ്, ബോൺമൗത്ത് ടു ടവർ ബ്രിഡ്ജ്. എത്ര മൈൽ വരും? എല്ലാം കൂടെ ഒരു 120 മൈല്. എനിക്ക് കിലോമീറ്റർ പറഞ്ഞ ഇഷ്ടം. അതാണ് എനിക്കറിയില്ല. 200 അടുത്തങ്ങാണ്ട് വരുന്നത്. അത് കേൾക്കുമ്പോഴേ സന്തോഷം. 180-190 മൈലോളം വരും. കിലോമീറ്റർ. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് 2 ദിവസം കൊണ്ടാണ് അല്ലെ. 2 ദിവസമാണ് നമ്മൾ കാര്യം പറഞ്ഞ. ഒരു ദിവസം കൊണ്ട് നമുക്ക് പോകാനേ ഉള്ളൂ. പക്ഷേ ഈ പിള്ളേര് പട്ടിണിയാവും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ തീരുമാനിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെ ബോൺമൗത്ത് ടു നമ്മള് ഫാൻബ്രോയിലേക്ക് പോകുന്നു. ഫാൻബ്രോയിൽ നിന്നും താമസിക്കുന്നു. അവിടെ താമസിക്കുന്നു. അവിടെ നമ്മുടെ ശ്രീകാന്തിന്റെ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം 40 മൈൽ അല്ലെ. 40 മൈൽ പോയിട്ട് നമ്മള് രാജ്ഞി ക്ഷണിച്ചിട്ടുണ്ട്. രാജ്ഞി മരിച്ചു പോയല്ലോ, രാജാവ്. അത് മാറ്റി പറഞ്ഞ എന്താ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും കള്ളം പറയാം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും യു കെ തന്നെയാണോ. ഏതാണ് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞതിന് ഐൽ ഓഫ് വൈറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്ലാനിങ് ആണ്. ട്രെയിനിങ് നിർത്തിട്ടില്ല. ട്രെയിനിങ് വേണ്ടല്ലോ, പ്രൊഫഷണൽസ് ഒന്നും അല്ലോ. നമ്മുടെ ആ ഒരു ഇതൊക്കെ പോലത്തല്ലാതെ. പിന്നെ നമ്മുടെ ഭാഗ്യത്തിലാണെങ്കിൽ ഇന്ന് ഹീറ്റ് വേവ് ഉണ്ട്. അതെ അതെ, ഇടിച്ചല്ലേലും ഹീറ്റ് വേവ് അടിച്ചെങ്കിലും ആള് അല്ല. ഇപ്പൊ ശരിക്കും ഉണ്ടല്ലോ 7 o'clock ഉള്ളൂ. നമ്മള് 7 o'clock സ്റ്റാർട്ട് ചെയ്യുക. അയ്യോ ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ 6 മണിക്കൂർ നമ്മൾ ഉച്ചയോടെ ചെല്ലും. അതിനോട് ഊണ് റെഡിയാക്കാൻ പറഞ്ഞില്ല. അത് കട്ട് അത്രയ്ക്ക് വേണോ? ഇത് വൈകിട്ടാലും ചെല്ലാ മതി, ചെന്നാ മതി, എപ്പോഴെങ്കിലും ചെന്നാ മതി. പക്ഷെ എന്തായാലും നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ. പിന്നെ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. നമ്മൾ പിടിക്കും. അതിപ്പോ നമ്മളിപ്പം 6 മണിക്കൂർ 12 മണിക്കൂർ നമ്മൾ ചെല്ലും. ആംബുലൻസിലാണല്ലോ ഞങ്ങള് വരും. അത്രേ ഉള്ളൂ. അതിന് ശരിയെന്നാ. അപ്പൊ നമുക്ക് പോയേക്കാം. ഹലോ ഗൈസ്, ഈ പ്രാവശ്യം ഞങ്ങൾ 2 ദിവസമായിട്ടാണ് യാത്ര ചെയ്തത്. അപ്പോൾ ആദ്യം ഒരു 70 മൈൽസ് പോയി അവിടെ ജോയ്സിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിക്കും. രണ്ടാമത് ഒരു 40 മൈൽ പോയിട്ട് നമ്മൾ ലണ്ടനിൽ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. 2 ദിവസമാക്കിയത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടല്ല, പിന്നെ പിള്ളേർ പട്ടിണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് പോയി കഴിയുമ്പോൾ കാലൊക്കെ ഗത പോലെ ആവുമല്ലോ, പിന്നെ പണിക്ക് പോകാൻ പറ്റത്തില്ല. ഗായ്സ്, തുടക്കം തന്നെ അലമ്പായി. എൻ്റെ പുറകെ വെച്ചിരിക്കുന്ന ബാഗുണ്ട്, അത് പൊട്ടിപ്പോയി. ഇപ്പം നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ റെഡിയാക്കി പോന്നിട്ട് അരമയിലായോ. നന്നായി ഈ ബാഗ് എടുത്തില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് വല്ലതും പറ്റിക്കഴിഞ്ഞാലും കെട്ട് ശരിയല്ല. അതിന് മുമ്പ് കുടുക്കി കിട്ടിട്ടില്ലേ? അല്ല, ഈ കെട്ടിന് മുമ്പ് വേറെ കുടുക്കുണ്ടോ? ഇല്ല, ഒറ്റ കുടുക്കേ ഉള്ളൂ. ഒന്നൂറൊന്ന് കിട്ടും. ഈ സാധനം അയച്ചോളാം, അല്ലെങ്കിൽ പിന്നെ അതോ ഇപ്പോഴാണോ കഴിഞ്ഞ് ഇത് എവിടെ കൊണ്ട് കളയും ഇപ്പോൾ. അങ്ങനെ ബാഗെല്ലാം തിരിച്ച് കെട്ടി വെച്ചു. തുടക്കം തന്നെ ഇതായാലും അവസ്ഥ. എന്നെ മനസ്സിലാക്കുന്നത് കുഴപ്പമില്ലെന്നേ, നമ്മളിതെല്ലാം എക്സ്പെക്ട് ചെയ്തല്ലേ പോകും. അത്രയേ ഉള്ളൂ. ഇപ്പം എന്ത് വന്നാലും നമ്മളവിടെ എത്തും. അതിപ്പം നടന്നാലും ഈ സാധനം മുഴുവൻ കളഞ്ഞാലും നമ്മൾ സാധനം എത്തും. പുള്ളി പറന്നു പോയെന്ന് തോന്നുന്നു കേട്ടോ. We sing, we dance, we laugh, we are happy every day. Have fun with us, let's say happy, 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 happy. Happy. Happy, 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 happy. Happy, 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 happy.
ഇത് ചിലയാകുന്ന സ്ഥലമാണ്, കാണുമ്പോൾ അറിയാം. happy, happy, happy. ആർക്കറിയാം? ഇതായിരിക്കും, ഇതല്ല വേറെ വഴിയില്ലല്ലോ. അയ്യോ ജോബി ഇപ്പം എത്ര മൈലായി? 7 മൈലോ? നിങ്ങളെല്ലാം പറഞ്ഞ 6 മൈൽ നിങ്ങൾ 6 അല്ല, ഞാൻ 4 മൈൽ. അതല്ലേ ഞാൻ പറഞ്ഞ 6 കിലോമീറ്റർ ആയിരുന്നു ഇരിക്കുന്നത്. 4 മൈലായിരുന്നു. ഇതിൽ കിലോമീറ്റർ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇത്രയും ചവിട്ടിയിട്ട് 4 കിലോമീറ്റർ. 6 കിലോമീറ്റർ ഞാൻ പറഞ്ഞു. 6 കിലോമീറ്റർ അല്ലെന്ന്, 4 മൈൽ. മറ്റേ ആ വലിയ റോഡ് ക്രോസ് ചെയ്തൊരു കൺട്രി റോഡിലോട്ട് കയറില്ല, അവിടെയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഒരു 10 മൈൽ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി ഇത് കണ്ട് ഇവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്, ചുമ്മാ അവിടെ ഇങ്ങനെ കണ്ട് കേട്ട് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. കിളികൾ വല്ലതും കൊണ്ടുപോകും നോക്കാം. കിളികളോ? അതെ അതെ, കിളികളോ പറവകളോ. ഗൈസ്, അങ്ങനെ നമ്മൾ ന്യൂ ഫോറസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് താഴോട്ട് ഇറക്കായിരിക്കണം. ഗൈസ്, ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തളർന്നു തിരിക്കുന്ന പാവങ്ങൾ. അതുകൊണ്ടല്ല, ഇതുണ്ടോ വേറെ രസം കണ്ടോ? ഇവിടെ ഇതുണ്ടോ, ഹിന്ദിയിൽ എഴുതിയേക്കുന്നുണ്ടോ ചേറയിൽ. ഹലോ ഗൈസ്, ഒരു കയറ്റം കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ബാക്കിയുള്ളവരൊക്കെ ഓൺ ദ വെയിലാണ്. നല്ല വെയിലാണ്, നോക്കിയാൽ നല്ല കിടക്കാച്ച് വെയിലാണ്. അവരൊക്കെ ചവിട്ടി വരുന്നത്. നമ്മൾ കയറിയിരിക്കുകയാണ്. വരുന്നുണ്ട് ഒരാൾ വരുന്നില്ല. കാണാൻ വരുന്നുണ്ടോ? അയ്യാ, അടുത്തയാൾ പുറകെ വരുന്നുണ്ട്. ആഹാ, നല്ല ആംബിയൻസ്. എല്ലാവരും എനിക്ക് താങ്ക്സ് പറ. അരുവി. മേടിക്കാനായിരുന്നു മറ്റേ കരേരയുടെ ക്രോസ് ഫയർ അല്ലേ, അതിൻ്റെ ഇലക്ട്രിക്
അതാരും റിപ്ലൈ ഒന്നും അയച്ചില്ല. അതിന് അതിന് മറ്റേ ഡിസ്ക് ബ്രേക്ക് ഇല്ലേ, ഇതിന് ഡിസ്ക് ഇല്ലേ ഫ്രണ്ടിൽ? ഇത് ഒരിക്കലും നമ്മൾ ഓയിൽ ഒഴിക്കാൻ പാടില്ല. അതിനും ഗ്രിപ്പ് കിട്ടത്തില്ല. അല്ല, അത് നമ്മൾ തൂത്ത് വെക്കണം. പറയേണ്ട കാര്യമില്ല, ഞാൻ ആദ്യമായിട്ട് ഒരാളങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ വീഡിയോ റെക്കോർഡ്. ഹലോ ഗൈസ്, അങ്ങനെ ലാസ്റ്റ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പുള്ളിയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അയ്യോ, അങ്ങനെ 71 മൈൽ പറഞ്ഞു. രാവിലെ 7:30 തുടങ്ങിയിട്ട് ഇത്രയും സമയം എടുത്തില്ലേ? അതല്ല, ഞങ്ങളും വേറെ അതർ സൈക്കിളുകാരും വ്യത്യാസം അറിയോ? ഞങ്ങൾ 6 മൈൽ സൈക്കിൾ ഓടിക്കും, 6 മണിക്കൂർ സൈക്കിൾ ഓടിക്കും, ബാക്കി 12 മണിക്കൂർ ഞങ്ങൾ മറ്റവർക്ക് അങ്ങനെയല്ല, നേരെ തിരിച്ചാ. 110 കിലോമീറ്ററിന് 7 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതായത് 117 കിലോമീറ്റർ വരും അല്ലേ? അത് കേൾക്കുമ്പോഴാണ് സുഖം. 110 കിലോമീറ്റർ 72 മൈൽ. ഇനി ലാസ്റ്റ് ഞങ്ങളിവിടെ ഇവിടെ എത്തി. കാണാനില്ല, കലോറി ഫുള്ള് തീർന്നു. ശരിക്കും വിഷമിച്ചു പുള്ളിയുടെ അണ്ടവും പരിപ്പ് കളയും. പുള്ളി അവസാനം പറഞ്ഞു, സൗതാണ്ടർ ആയപ്പോ തന്നെ പറഞ്ഞു, ഞാൻ നിർത്തി കൂടുതൽ ഒഴിച്ച് പോകാൻ നോക്കും. പിന്നെ നാണക്കേട് കൊണ്ട് പോകുന്നതാ. നാണക്കേട് കഴിച്ചു. പിന്നെ അവസാനം ഞാൻ സൈക്കിൾ കൊടുക്കും, ഓടിക്കാൻ പറഞ്ഞു. ഫിനിഷ് ആക്കണ്ടേ? എന്തോ പിച്ചാരെന്നറിയില്ല. ഞാനിത് മേടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പുച്ഛത്തോട് പുച്ചാറ്. ഇപ്പൊ അത് മാറി, എല്ലാം മാറി. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? അയ്യോ, അതൊക്കെ ഇച്ചിരി പാടായി. ഈ ടയർ തന്നെ ഊന്നല്ലേ അവിടെ വരെ. അപ്പൊ ഇന്ന് സൈൻ ഔട്ട് കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഇനി 40 മൈൽ ഇതൊക്കെ വന്നാ വന്ന്. എന്നത്തേക്ക് സെറ്റ് അല്ലേ? ശ്രീകാന്ത് ഇന്ന് നമ്മുടെ കൂടെ കൂടുക അല്ലേ? ഞങ്ങള് ശ്രീകാന്തിന്റെ വീട്ടിലായിരുന്നു, ഫാമിലി ആയിരുന്നു. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, 2 ദോശകളെ കഴിക്കണം. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ 2 വരെ എത്തത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ന്യൂ കമർ അങ്ങനെ കൂട്ടുന്നുണ്ട്. ഇന്ന് പുള്ളിയുടെ എബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഈ പുള്ളിക്കാറ് 2 മണിക്കൂറുണ്ട് അവിടെ ചെല്ലും. നമ്മളെപ്പോഴും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നവരാ. അപ്പൊ യോബിനെ കണ്ടില്ലേ ഇന്നലെ പാചി വന്നിട്ട്? ഇന്നലെ ഞങ്ങളെ വീട്, നാളെ കുറിച്ച് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകും. എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നില്ല, നാറിയ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും ഉണ്ടാവും. അത് വീട് എനിക്ക് കൂടുതലാണ്. ഇന്ന് അപ്പൊ നല്ല നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ എത്ര ഇവിടെ പോയില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചൂടെടുക്കും. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങാണ്. അപ്പം എല്ലാം പറഞ്ഞ പോലെ 2 ഫോട്ടോ എടുത്തു. ഇന്ന് ഡേറ്റ് കൂടെ പറഞ്ഞു. ഇന്നത്തെ ഡേറ്റ് 24 മെയ് 2026, കൃത്യം 10 മണി. 10:30. നമുക്ക് ലണ്ടനിലേക്ക് താമസം പറ്റില്ല. സിമ്പിളായി പോയി കേട്ടോ. തണലും ഉണ്ട്. 10 മൈൽ ഇത് സിമ്പിളായി പോയി. ഇവിടെ വെള്ളം നട പുതിയൊരു
ഞാനല്ലേ ക്യാമറ ഓണം എപ്പോ ഓണാക്കി വെച്ചോ മറന്നുപോയി. കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ടേ എല്ലാ ആഴ്ചയും 30 മൈൽ സമ്മർ തീരുന്നവരെ കുടിച്ചാൽ ഈ സാധനം ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ കുറച്ചുകൂടെ ടെർമറിക്ക് കണ്ടമാനം ഇൻടേക്ക് ചെയ്യുന്നത് കിഡ്നിക്ക് ടെർമറിക്കിന്റെ കാര്യമൊക്കെ ശരിയാണ്. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കലോറി കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ പണിയെടുത്താൽ ബോഡിക്ക് അകത്തേക്ക് ചെല്ലുന്ന കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പണിയെടുക്കുന്ന കൂട്ടൽ കൂട്ട് അകത്തേക്ക് ടെർമറിക്ക് അതിന്റെ പ്രായം നിങ്ങൾ അയക്കും. അതിന്റെ പ്രായം മറ്റേ ഇത് ഇഞ്ചക്ഷൻ ഫാറ്റി ലിവർ കാർബോഹൈഡ്രേറ്റ് കുറച്ച് അതിന് സൈഡ് എഫക്ട് ഒന്നുമില്ല. അത് ഇതാണോ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ആ ഇഞ്ചക്ഷൻ. I live my day as if it was the last. Live my day as if there was no past. Doing it all night, all summer. Doing it the way I wanna. Yeah, I'ma dance my heart out till the dawn. But I won't be done when morning comes. Doing it all night, all summer. Gonna spend it like no other. It was a crush, but I couldn't get enough. It was a rush, but I gave it up. It was a crush. Now I might have wanna said too much, but that's all it was. So I gave it up. I live my day as if it was the last. Live my day as if there was no past. Doing it all night, all summer. Doing it the way I wanna. Yeah, I'ma dance my heart out till the dawn, but I won't be done when morning comes. Doing it all night, all summer. Gonna spend it like no other. It was a crush. I kept saying I'm staying touch. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ എത്തിച്ചേർന്നു കേട്ടോ. ഇനി ഉള്ളി 4 മൈലും കൂടെ ഉള്ളൂ നമ്മുടെ ലണ്ടൻ ടവറിലൊക്കെ ചെന്ന് എത്താൻ. Yeah, the sun won't set on us. Yeah, when low, when high, still waters run dry. Gotta get back in the groove. I ain't never heard it. When low, when high, what matters is enough. Getting right back in the mood. I live my day as if it was the last. Live my day as if there was no past. Doing it all night, all summer. Doing it the way I wanna. Yeah, I'ma dance my heart out till the dawn, but I won't be done when morning comes. Doing it all night, all summer. Gonna spend it like no other. Now I found another crush. A lush life giving me a rush. Had one chance to make me blush. Second time was one to let. Now I found another crush. A lush life giving me a rush. Had one chance to make me blush. Second time is one to let. I live my day as if it was the last. Live my day as if there was no past. Doing it all night, all summer. Doing it the way I wanna. Yeah, I'ma dance. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ബക്കിംഗ്ഹാം പാലസിന് ഫ്രണ്ടിലാണ്. എല്ലാവരും ഫോട്ടോ സെക്ഷനിലാണ്. ശ്രീകാന്ത് സലേവാ ഓക്കെ അല്ലേ? സക്സസ് അല്ലേ? പിന്നെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി വെറും 2 മൈൽ. അതെ, അതിന് പാട്ടുള്ള സക്സസ് പാട്ട് നമ്മൾ ആരംഭിച്ച് കഴിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെ പിന്നെ നമ്മൾ സക്സസ് ആണ് അല്ലേ? പിന്നെ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ അല്ലേ? ഒരു മിനിറ്റ് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ നമ്മൾ സൈക്കിളിൽ ഇവിടെ ബക്കിംഗ്ഹാം പാലസിന് ഫ്രണ്ട് വരുന്നതൊക്കെ ഇതൊക്കെ ചരിത്രം വഴിമാറുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച ഇത്രയും കാലല്ല, 47 വരെ. അത് തന്നെ 10-20 വർഷം ഇന്ത്യ ഭരിച്ച
ഇവന്മാരുടെ നാട്ടിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് ഇരിക്കാൻ പറ്റുക. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ ടൈംസ് നദിക്ക് ജസ്റ്റ് ഒരു ഹാഫ് മൈൽ അവേ ആണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കാണിച്ചിരുന്നു ബിഗ് ബെൻ. അങ്ങനെ ഞങ്ങളുടെ 3rd വൺ സക്സസ് ആയിരിക്കുന്നു. മുമ്പാട് നമ്മൾ ഇവിടെ പോയായിരുന്നു, ടോണ്ടൻ ടു ബോൺമൗത്ത്, അതായത് ചാരിറ്റിയുടെ പേര്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് കഴിഞ്ഞ പോലെ നമ്മൾ ഐൽ ഓഫ് വൈറ്റ് പോയത്. ഈ പ്രാവശ്യം നമ്മൾ ബോൺമൗത്ത് ലണ്ടൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ലെസ് ദാൻ 200 കിലോമീറ്റർ, അതായത് 120 മൈൽസ് മുഴുവൻ കഴിഞ്ഞു. അടിപൊളി 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ ഇതുവരെ 2 days ഒന്നും പിടിച്ചിട്ടില്ലായിരുന്നു. കാര്യം പറയുന്നത് ശരിയാണ്, ബോഡിയൊക്കെ തളർന്നു, ഊപ്പാട് തിരിഞ്ഞു. പക്ഷേങ്കിൽ സൂപ്പർ. There you are. എവിടെയാണ് നമ്മുടെ ട്രെയിൻ? ട്രെയിൻ ഇതിന് പുറകില്ല. തോമസ് ഹോസ്പിറ്റൽ. ഒരാൾ കിങ്സ് എവിടെയാ? ഇറക്കാൻ വന്നത്. അതിൻ്റെ അകത്ത് കിങ്സിന്റെ കുറെ ബിൽഡിംഗ് ഉണ്ട്. അല്ല, നിങ്ങൾ ക്ലാസ് എവിടെ പോകുന്നു? അത് പാട്ടില്ല. I'm a beast unleashed. Aura so strong, feel the ground beneath. Muscle in muscle, yeah, I forged my name. I don't play the game, I became the flame. Built like a god, can't break my frame. Sweat, blood, tears, that's the price of fame. When I walk in, feel the energy shift. I was born to rule, I was built to lift. Still in my grip, yeah, the ball been slow. Every drop of pain make the legend grow. Heartbeat banging like a war drum sound. Every weapon out of crown, no fear in my eyes, only hunger and rage. Writing my story on the iron cage. Late nights grinding while they sleeping out. Now I'm flexing everything they talked about. No cycling. Just walk. No cycling. Oh yeah. Before, power in my veins, I'm a beast unleashed. Aura so strong, feel the ground beneath. Muscle in muscle, yeah, I forged my name. I don't play the game, I became. അങ്ങനെ നമ്മൾ ഇവിടെ റീച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ എത്രയായി? സമയം 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ എല്ലാം ഫിനിഷായി. അല്ലേ? 8:30 ആയില്ലേ? 7:30 പോകുന്നു ഓൾറെഡി. 7:30 വന്നു. പിന്നെ പറഞ്ഞ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. എനിവേ അടിപൊളി അല്ലേ? അടിപൊളി. 2 ദിവസത്തെ ആ വൈബ് അത് അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. എന്തെങ്കിലും പറയും. വളരെ വിജയകരമായി. എളുപ്പമല്ല. പക്ഷേ മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാം. അത് നമ്മൾ അല്ല, ഇത് എന്നെ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഹീറ്റ് വേവ് ഉള്ള ദിവസമായിരുന്നു. ഇന്നലെ ഇന്നുമായിരുന്നു ഹീറ്റ് വേവ്. അതായിരുന്നു മനുഷ്യ ഇടപാട്. നമ്മൾ വെള്ളം കുടിച്ച് മടുത്തു. വെള്ളം പോരാ. മൂത്രമൊക്കെ മൂത്രമെല്ലാം നീരാവിയായി പോവാ. ഇനി വീട്ടിൽ ചെന്നിട്ട് വെള്ളം അങ്ങനെ വിജയകരമായി
10 മണിയുടെ ട്രെയിൻ തിരിച്ചു പിടിക്കുക. അതെ, ഇനിയിപ്പോൾ ഇവിടുന്ന് വാട്ടർലൂവിന് നമുക്ക് 10 മണിക്ക് ട്രെയിനാണ്. ട്രെയിനെ കയറി വിജയാഘോഷം നടത്തുന്നതായിരിക്കും. വിജയാഘോഷം പിന്നെ ഈ നമ്മൾ ബീർ പൊട്ടിച്ച് നമ്മൾ ആവശ്യമായിരിക്കും. പിന്നെ അത്രേ ഉള്ളൂ. അതിപ്പോ വേണം അതെ അതെ, നമ്മളിത് കഴിയുമ്പോൾ നേരെ പോകാൻ. അല്ല ഈ വീഡിയോക്ക് ഞാൻ പറഞ്ഞതായിരുന്നു കോപ്പിന്ന് വാങ്ങാം. പോണ വഴിക്ക് ഉണ്ടാവുമായിരിക്കും. ഞാൻ പറഞ്ഞ കോപ്പിന്ന് വാങ്ങാം. ആ അപ്പൊ ഒരു കോപ്പനും വേണ്ട. കോപ്പ് വെച്ചിട്ടൊരു കോമഡി. എന്താണ് ഉച്ചക്കത്തെ അടിച്ചതിനേക്കാളും പറ്റുന്നത് അവരുടെ ചത്ത. അതേതായിരുന്നു? അല്ല അത് പറഞ്ഞ ചത്തു പോയില്ല. അയ്യോ അതേതായിരുന്നു? അതെല്ലാം മറന്നേക്കും. അതെല്ലാം മറന്നേക്കുണ്ട്. അതിലൊന്നും കാര്യമില്ല. ഞാൻ സ്റ്റേഷനിൽ പോണ വഴിക്ക് കൊണ്ടുപോകുന്നു വേണ്ടത്. നമുക്ക് പോകുന്ന നമുക്ക് ഇനി നമുക്ക് ഇനി എങ്ങും പോകാൻ പറ്റത്തില്ല. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു ബിയർ മേടിക്കുന്നു, അടിക്കുന്നു, നമ്മൾ നേരെ ട്രെയിനെ കയറുന്നു പോകുന്നു. നിങ്ങൾ വരുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അല്ല ഞാനെന്ന് പറഞ്ഞ ഒരു സാമൂഹിക പ്രതിബദ്ധത കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നല്ല പ്രതിബദ്ധതയുണ്ട്, കണ്ടാൽ തന്നെ തോന്നുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനി അടുത്ത പരിപാടിയായിട്ട് വരുന്നതായിരിക്കും. ഓരോ ഒളിക്കസും പിടിച്ച് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. നിങ്ങളുടെ അപ്പം ഗുഡ് ബൈ. നിങ്ങളോട് നന്ദി പറഞ്ഞ് പിരിയുന്നു. ബൈ, ടേക്ക് കെയർ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.